ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്മാർട്ട് മണിയുടെ മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതിനെ പറ്റി ഞാനൊന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പം ഒരു മാർക്കറ്റിനകത്ത് 3 ഫേസുകളാണുള്ളത്. ഒന്ന് അപ് ട്രെൻഡ്, സൈഡ് വേസ്, ഡൗൺ ട്രെൻഡ്. അങ്ങനെ 3 തരത്തിലാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. അപ്പോൾ ഒരു അപ് ട്രെൻഡ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? അതിനെക്കുറിച്ച് ഞാനൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. തുടക്കത്തിൽ നമുക്ക് പ്രീവിയസ് ആയിട്ട് ഒരു ഡാറ്റാസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതാണ്ട് ഈ ഒരു പോയിന്റിനെ നമ്മൾ ലോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു പോയിന്റ് നമ്മൾ ലോ എന്ന് വിളിക്കാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് എന്താ ചെയ്തേ? മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോയി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം ആ ഒരു പോയിന്റിന് നമ്മൾ ഹൈ എന്ന് നമുക്ക് ഒരു പേര് കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ് ഹൈ വന്നത്? ലോയേക്കാളും മുകളിലായതുകൊണ്ട് അതിനെ നമുക്ക് ഹൈ എന്ന് വിളിക്കാം. ആ ഹൈ എടുത്ത് മാർക്കറ്റ് താഴേക്ക് വന്നു. ആ താഴേക്ക് വന്ന പോയിന്റിനെ നമുക്ക് ഹയർ ലോ എന്ന് പേര് കൊടുക്കാം. അപ്പം ഒരു ഹയർ ലോ എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നേ ഉള്ള അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ലോ ഏതാണോ അതിനേക്കാളും മുകളിലുണ്ടെങ്കിൽ, മുകളിൽ ഒരു പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിനെ നമ്മൾ ഹയർ ലോ എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എപ്പോഴാണോ മുകളിലുള്ള ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്, ആ പോയിന്റ് ആ സമയം വാലിഡ് ആയി. അപ്പം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റ് ചെയ്യുന്നപ്പോഴത്തേക്കും അവിടെയും ഒന്ന് സ്റ്റോപ്പായി. ആ ഒരു പോയിന്റിനെ നമ്മൾ ഹയർ ഹൈ എന്ന് നമുക്ക് വിളിക്കാം. എന്തുകൊണ്ടാണ് ഹയർ ഹൈ എന്ന് നമ്മൾ വിളിക്കുന്നത്? പ്രീവിയസ് ആയിട്ട് ഉണ്ടായിരുന്ന തൊട്ട് മുന്നേ ഉള്ള ഹൈയേക്കാളും മാർക്കറ്റ് മുകളിലായതുകൊണ്ട് അതിനെ നമ്മൾ ഹയർ ഹൈ എന്ന് വിളിക്കുന്നു. അതേപോലെ താഴെ ഒരു ലോ പോയിന്റ് ഉണ്ടായിരുന്നു, അതിനേക്കാളും മുകളിലുള്ളത് കൊണ്ട് ഒരു ലോ ക്രിയേറ്റ് ആയതുകൊണ്ട് ആ ഒരു പോയിന്റിനെ ഹയർ ലോ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പം നമുക്കൊരു ലോ കിട്ടി, ഒരു ഹൈ കിട്ടി, അത് കഴിഞ്ഞ് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഹയർ ഹൈ കിട്ടിയത് ആ മാർക്കറ്റ് ഹൈയെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ വന്നപ്പോഴത്തേക്കും മാർക്കറ്റിന് ഒരു ഹയർ ഹൈ കിട്ടി. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു, ആ ഒരു പോയിന്റ് ഹയർ ലോ. അപ്പം ഹയർ ലോ കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി, ഹയർ ഹൈ കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി അടുത്ത 1-2 ഇതുകൂടെ ഞാൻ ഇത് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റിനെ കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ആ ഒരു പോയിന്റിനെ ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് എന്താ സംഭവിച്ചേ? ഒരു ഹയർ ഹൈ വീണ്ടും ക്രിയേറ്റ് ആയില്ലേ? ഇങ്ങനെയാണ് മാർക്കറ്റിനകത്ത് ഒരു സ്ട്രക്ചർ നമ്മൾ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കി. ഒരു ചെറിയൊരു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. അപ്പം വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? തൊട്ട് മുന്നേ ഉള്ള ഹയർ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, അതിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എന്താ സംഭവിച്ചത്? മാർക്കറ്റ് അവിടെ നിന്ന് താഴേക്ക് വന്നു. അപ്പം ആ ഒരു പോയിന്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ പോയിന്റിന് നമ്മൾ എന്ത് വിളിക്കുമെന്ന്. ഓക്കെ, ആ ഒരു പോയിന്റിനെ നമ്മൾ ഹയർ ലോ എന്ന് നമ്മൾ വിളിക്കും. ഈ ഒരു പോയിന്റ് നമ്മൾ കളയുന്നു. ഓക്കെ,